എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിഫ്റ്റി നല്ല ഡൗണിലാണ് ഓപ്പൺ ആയത്. ഏകദേശം 150-160 പോയിന്റ് ഡൗണിൽ വന്നിട്ട് പിന്നെ കണ്ടിന്യൂസ് കവറിങ് വന്ന് കയറുമായിരുന്നു മുന്നോട്ട്. എന്നാലും ഏകദേശം 0.32% മൈനസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും അതുപോലെ തന്നെ ഡൗൺ ഓപ്പണിംഗ് വന്നു. അതിനുശേഷം ഫ്ലാറ്റ് ആയിട്ട് തന്നെ ഓപ്പണിംഗ് റേഞ്ചിൽ തന്നെ കിടന്ന് ട്രേഡ് എടുക്കുമായിരുന്നു. ഇപ്പൊ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ചാർട്ടൊക്കെ കണ്ടറിയാൻ ഏകദേശം ഒരു ഫ്ലാറ്റ് മൂവ്മെന്റ് ആണ്. കുറച്ച് താഴോട്ടോ കുറച്ച് മുകളിലോട്ട് പോയിട്ട് ലാസ്റ്റില് ക്ലോസിംഗ് റേഞ്ചിൽ തന്നെ ഏകദേശം ഫ്ലാറ്റ് ആയിട്ട് തന്നെ ക്ലോസ് ആകും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ. വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്ന ഒരു ഏതെങ്കിലും ഒരു ദിവസം നല്ലൊരു അപ്പ് മൂവ്മെന്റ് വന്നിട്ട് ഇറങ്ങാനാണ് ചാൻസ്. അപ്പം നമുക്ക് മാർക്കറ്റ് ട്രേഡ് എടുക്കുന്നവർ സൂക്ഷിച്ചു വേണം. കറക്റ്റ് റേഞ്ചിലൊക്കെ കിട്ടുന്ന ഷെയറുകളൊക്കെ മാത്രമേ നമ്മൾ ഡെലിവറിക്കായിട്ടും ഒക്കെ എടുക്കാവൂ. ഓൾ ടൈം ഹൈയിൽ ബ്രേക്ക് ഔട്ടാന്ന് പറഞ്ഞ് പോയി എടുത്ത് പണി കിട്ടാതെ നോക്കണം, ശ്രദ്ധിക്കണം എല്ലാവരും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിരുന്ന ഷെയർസാണ് ഇത്. ഇതിന് നമ്മൾ 13 ഷെയർ എടുത്തിരുന്നു. ഒരു 3-4 ഷെയറേ ഉള്ളൂ നമുക്ക് ചാൻസ് വന്നത്. ബാക്കിയെല്ലാം ഓൾറെഡി ഡൗണിലോട്ട് അങ്ങ് പോകായിരുന്നു. ഓപ്പണിംഗ് ഡൗൺ ആയതുകൊണ്ട് നമുക്ക് ചാൻസ് അധികം കിട്ടുന്നില്ല. നമുക്ക് ഒരു 3-4 ഷെയർ കുഴപ്പമില്ലാത്ത രീതിയിൽ ചാൻസ് കിട്ടിയായിരുന്നു. അത് നമുക്ക് നോക്കാം. KSCL എന്ന് പറയുന്ന ഷെയർ, KSCL ഇത് നോക്കി ഓപ്പണിങ് ഫ്ലാറ്റായിട്ട് ഓപ്പണായി. അതിനുശേഷം നേരെ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു, ഇറങ്ങി. R1 അടിച്ചപ്പോൾ 1122-21 റേഞ്ചിൽ എൻട്രി എടുത്താൽ നമുക്ക് 1022 രൂപ പ്രോഫിറ്റ് നല്ല രീതിയിൽ കിട്ടുമായിരുന്നു. അതുപോലെ ജിയോജിത്ത് ഹെവി മൂവ്മെന്റ് ആയിരുന്നു, പക്ഷേ നമുക്ക് ലെവലുകളിൽ നല്ല ചാൻസ് തന്നിട്ടുണ്ട് ഷെയർ. ഇവിടെ നമുക്കറിയാം ഓപ്പണിംഗിൽ ഇവിടെ ഈ റേഞ്ചിലായിട്ടാണ് ഓപ്പൺ ചെയ്തിട്ട് നേരെ കയറി പ്രീവിയസ് ഡേ ഹൈ അടിച്ചതിന് ശേഷം ഇറങ്ങി. 162.50 എൻട്രി എടുത്താൽ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ 155-8 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് നല്ല രീതിയിൽ കയറിപ്പോയിരുന്നു. നല്ല വൺ സൈഡ് മൂവ്മെന്റ് അപ്ലോഡ് തരുന്നു. പക്ഷേ എങ്കിൽ നാളെ ഈ ഷെയറിനകത്ത് അധികം മൂവ്മെന്റ് കിട്ടാൻ ചാൻസ് കുറവാണ്. നമ്മൾ എടുത്തിട്ടുണ്ട് നാളെ തന്നെ ചെയ്യാൻ വേണ്ടി. നമുക്ക് നോക്കാം, അതിൻ്റെ ലെവലുകൾ പിന്നീട് നോക്കാം. അതുപോലെ പിന്നീട് വേറെ നമുക്ക് ചാൻസ് തന്ന ഷെയർ ഈ കെയ്ൻസ് ടെക്നോളജിക്ക് അതൊക്കെ ചാൻസ് ഉണ്ടായിരുന്നു. ഈ ആവറേജ് വെച്ച് നോക്കി ചെയ്യുന്നവർക്ക് നല്ല ചാൻസുകൾ ഉണ്ടായിരുന്നു. അതുപോലെ JM ഫൈനാൻഷ്യലിനകത്ത് അതിൽ ഷെമാരു എന്ന് പറയുന്ന ഷെയർ, ഷെമാരു ഇതുണ്ടല്ലേ, ഓപ്പണിങ്ങിലെ പ്രീവിയസ് ഡേ ഹൈ അടിച്ച് ഇവിടെ ഇറങ്ങി. ഇവിടെ നമ്മൾ 153.80 എൻട്രി എടുത്തിട്ട് നമ്മൾ ഈ 188 ഇച്ചിരി ഹൈ ആണ് വരുന്നത്. പക്ഷേ എങ്കിൽ ലാസ്റ്റ് അത് 178.5 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് തരുന്നുണ്ട്. നമ്മൾ ഹൈ സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കത്തില്ല. ഇടയ്ക്കൊന്ന് കയറിയെങ്കിലും പക്ഷേ പിന്നീട് നല്ല രീതിയിൽ ഇറങ്ങിപ്പോയിരുന്നു ചെയ്തിട്ടുള്ളത്. അതുപോലെ മറ്റ് ഷെയറിനകത്തും ഇതുപോലൊക്കെ തന്നെയാണ് ഷെയർ കയറിപ്പോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പെയ്ഡ് ഗ്രൂപ്പിൽ കഴിഞ്ഞ 3 ദിവസത്തേക്ക് മുന്നിൽ ഞാൻ കൊച്ചിൻ ഷിപ്പ് യാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നല്ല എനിക്ക് തോന്നുന്നു ഒരു 6-7% പ്രോഫിറ്റ് ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് ടൈം കോൾ എടുക്കുമ്പോഴാണെങ്കിൽ നല്ല കൂടുതൽ നോക്കി നമ്മൾ നോർമൽ എടുത്ത് കൊടുക്കാറുള്ളത്. ഇതുവരെയും ഒരു ഷെയറിനകത്ത് ഒരു ലോസ് ആർക്കും കൊടുത്തിട്ടില്ല, നല്ല പ്രോഫിറ്റ് കിട്ടാറുണ്ട്. പക്ഷെ അത് പെയ്ഡ് ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്കൊക്കെ എൻ്റെ വാട്സാപ്പിനകത്ത് മെസ്സേജ് ഇട്ടാൽ അതിൽ നമുക്ക് ആഡാക്കാൻ പറ്റും. ഓക്കെ, ആവശ്യമുള്ളവർ മാത്രം പറഞ്ഞാൽ മതി, നിർബന്ധമില്ല. പിന്നെ അപ്പോൾ ഇനി നമുക്ക് നാളത്തേനുള്ള ഷെയറുകൾ നോക്കാം. നാളത്തെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഷെയറുകൾ 15 ഷെയർ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ ടെമ്പോ എന്ന് പറയുന്ന ഈ ഷെയർ എനിക്ക് തോന്നുന്നുണ്ട് ഈ റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല രീതിയിൽ ഇറങ്ങിപ്പോയി ഷെയർ. പക്ഷേ ഈ റേഞ്ച് വന്നാൽ നല്ലതായിരുന്നു. അതല്ല ഒരു 400 റേഞ്ച് പോയിട്ട് ഈ 96 എന്നുള്ള ലെവല്, 396 എന്നുള്ള ലെവല് കട്ട് ചെയ്തായിട്ട് ഇറങ്ങിയാൽ എനിക്ക് തോന്നുന്നു 10, 20, 25 രൂപയൊക്കെ പോകാൻ ചാൻസ് കൂടുതലാണ് ഈ ഷെയർ. അത് നോക്കി ചെയ്യുക. പക്ഷേ ലെവൽ കട്ട് ചെയ്ത് താഴെ ഇറങ്ങുമ്പോൾ മാത്രമേ ചെയ്യാവൂ. ഏത് ലെവലാണോ കട്ട് ചെയ്ത് ഫസ്റ്റ് ഇറങ്ങുന്നത് അവിടെ എൻട്രി എടുക്കുക. ഇൻഡിഗോ പെയിന്റ് ഈ 2 റേഞ്ചിൽ നിന്ന് നമുക്ക് ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതൽ, R1 R2.
അപ്പോൾ ഓപ്പണിങ്ങിൽ നല്ല മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ ഈ ലെവൽ വരെയും വരാം. പിന്നെ അത് ഹെവി മൂവ്മെൻറ്റ് നടക്കുന്ന ഷെയർ. അപ്പോൾ R1 വന്നിറങ്ങുവാണെങ്കിൽ ഓക്കെ, എൻട്രി എടുക്കാം. R2 വന്നിറങ്ങുകയാണെങ്കിൽ ഇച്ചിരി നല്ലത്. നമുക്ക് ഈ ലെവൽ കിട്ടുകയാണ് ഏറ്റവും നല്ലത്. നല്ലൊരു പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ BML നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, BML ഓപ്പണിങ്ങിൽ ഇത് ഡൗൺ ആണ് പോകുന്നതെങ്കിൽ ഈ ആവറേജ് ട്രേഡ് പ്രൈസിന് താഴെ കാണാൻ പോയിട്ട് തിരിച്ച് ഈ ആവറേജ് പ്രൈസിന് മുകളിലോട്ട് കയറിയാൽ ഈ ഷെയർ ബൈയിങ് ആണ്. 4067 മുകളിലോട്ട് കയറി നിൽക്കാൻ തുടങ്ങിയാൽ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും ഈ ഷെയർ. അതുപോലെ IIFL സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞ ഈ ഷെയർ പ്രീവിയസ് ഡേ ഹൈ, അതായത് ഈ 330-35 ഈ 2 ലെവലിൽ നിന്ന് നമുക്ക് നല്ല ചാൻസ് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ ലെവലിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. അതല്ല ഈ ലെവൽ കിട്ടിയ ഏറ്റവും നല്ലത്. ഓപ്പണിങ്ങിൽ ഒരു ഹെവി മൂവ്മെൻറ്റ് കിട്ടി ഈ ലെവലിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടും അതിനകത്ത് സെല്ലിങ്ങിനുള്ള. മാർഷൻസ് ഫാർമ ശ്രദ്ധിക്കുക. R1 റേഞ്ചിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ജിയോജിത് ഫൈനാൻഷ്യൽ ഈ R1 റേഞ്ചിൽ നിന്ന് കിട്ടിയാൽ നല്ല ചാൻസ് ആയിരിക്കും. അതല്ല ഈ ഹൈ അടിച്ചിട്ട് ഇറങ്ങിയാൽ നമുക്ക് ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ജൂബിലൻ എൻഗ്രേവിയ നോക്കുക, ചിലപ്പം 42 ഈ ലെവല്, ചിലപ്പോൾ 800 ഈ ലെവലിൽ പോയി ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഓപ്പണിങ്ങിലായിരിക്കണമെന്നേ ഉള്ളൂ. ഓപ്പണിങ്ങിൽ ഒരു ഹെവി മൂവ്മെൻറ്റ് വന്ന് ഈ റേഞ്ചിന് മുകളിലോട്ട് പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. അതല്ല എങ്കിൽ പ്രീവിയസ് ഡേ ഹൈയോ R1 റേഞ്ചോ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നോക്കുക. PPL ഫാർമ എന്ന് പറയുന്ന ഷെയർ R1 റേഞ്ചിൽ നിന്ന് ചാൻസ് തരാം, ഹൈയിൽ നിന്നും ചാൻസ് തരാം, നോക്കുക. മോർപ്പൻ ലാബ് ഈ R2 എന്ന് ചാൻസ് കിട്ടുവാണെങ്കിൽ നല്ലൊരു സാധ്യത താഴോട്ട് കാണുന്നുണ്ട്. ഒരു 5-6 രൂപയ്ക്കൊക്കെ ചാൻസ് കിട്ടാം. ADSL 340 ഹൈ ഈ ലെവലിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ നല്ലൊരു ഇറക്കം തരാം. അതല്ല എങ്കിൽ R1 റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. മെഡി അസിസ്റ്റ് 678 700 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ഈ ഷെയറിനകത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. അതല്ല പിന്നെ 714 പോയിട്ട് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. നൂറേസ അതും 350 പോയിട്ട് 344 കട്ടിയാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. CCL ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു ഇന്ന്. നേരത്തെ എപ്പോഴോ ഞാൻ അത് 500 ലെവലിൽ ഇത് ഷോർട്ട് ടൈം കോൾ കൊടുത്തിരുന്ന ഷെയറാണ്. ഇപ്പോൾ അത് ഇത്രയുമായിട്ടുണ്ട്. 884.67. അപ്പോൾ 832 855 ഈ ഹൈ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കുക. R1 കിട്ടുക, ഓപ്പണിങ്ങിൽ R1 കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. നല്ലൊരു ചാൻസ് ആയിരിക്കും താഴോട്ട്. ഇതിനകത്ത് ഈ ഈ ലെവൽ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. ഓപ്പണിങ്ങിൽ ഒരു ഹെവി മൂവ്മെൻറ്റ് കിട്ടി ഈ ലെവൽ വരെ, ഈ ലെവൽ വന്ന് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. അതല്ല 350 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ 352 53 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ 50 താഴോട്ട് ഇറങ്ങുമ്പോൾ ഒരു ചാൻസ് എടുക്കാം. ലെവലുകൾ നോക്കാതെ സെല്ലിങ് ചാൻസ് എടുക്കാം. സെലക്ട് എന്ന് പറയുന്ന ഷെയർ ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു. അത് R1 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ലൊരു ചാൻസ് തരാൻ സാധ്യതയുണ്ട്. നല്ലൊരു ചാൻസ് ഞാനിപ്പം പറയുമ്പോൾ ഇവിടുന്ന് 20-30 രൂപ താഴോട്ട് ഇറങ്ങി ഈ ലെവൽ ഓപ്പണിങ് വന്നിട്ടാണെങ്കിൽ. അപ്പോൾ അത് സൂക്ഷിച്ച് നമ്മൾ ചെയ്യണം. ഇവിടെ ഇത് -0.36 ആണ്. ഇത് 0.45 ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പ്രത്യേകം നോക്കേണ്ട ലെവലുകൾ. ചാൻസ് കൂടുതൽ തരാൻ സാധ്യതയുള്ള ഷെയറുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ ടെമ്പോ എന്ന് പറയുന്ന ടെമ്പോയ്ക്കകത്ത് ചാൻസ് കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. IIFL സെക്യൂരിറ്റീസ്, ജിയോജിത്തിനകത്തൊക്കെ നല്ല ചാൻസ് ഉണ്ട്. ലെവലുകൾ വന്നിറങ്ങുവാണെങ്കിൽ നല്ല ഒരു പ്രോഫിറ്റ് കിട്ടാൻ നമുക്ക് ചാൻസ് ഉണ്ട് ഷോർട്ട് ചെയ്യുന്നവർക്ക്. അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.